അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യവും യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യവും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ലുക്കിംഗ് ഫോർ എ ബ്ലാക്ക് കാറ്റ് ഇൻ എ ഡാർക്ക് കോർണർ വിച്ച് ഇസ് നോട്ട് ദേ. ഒരു ഇരുണ്ട മൂലയ്ക്ക് അവിടെ ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ അന്വേഷിക്കുക. പലപ്പോഴും ആളുകൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. വിവാഹം സംബന്ധിച്ച്, വസ്തു വാങ്ങിക്കുന്നത് സംബന്ധിച്ച്, കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച്, ഒരു വിദ്യാഭ്യാസ തീരുമാനം സംബന്ധിച്ച്, ഉദ്യോഗം സംബന്ധിച്ച്, ഏതായാലും ദൈവഹിതം ചില കാര്യങ്ങൾ മാത്രമേ ആളുകൾ അന്വേഷിക്കാറുള്ളൂ. അതുതന്നെയും ആളുകൾ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെ കാത്തിരിക്കുമ്പോൾ പലപ്പോഴും ഒടുവിൽ അവർ എത്തിച്ചേരുമ്പോൾ ദേ ആർ നോട്ട് ക്ലിയർ. എന്താ അതിനകത്തുള്ള ദൈവഹിതമൊന്നും പലപ്പോഴും ആളുകൾക്ക് വ്യക്തമല്ല. പിന്നെ ആളുകൾക്ക് വ്യക്തത ഉണ്ട് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസാണ്. സാഹചര്യത്തിൻ്റെ ആ തെളിവനുസരിച്ച് അവരങ്ങ് നിരൂപിക്കുകയാണ്. അതല്ലെങ്കിൽ അവർ ചിന്തിക്കുകയാണ്, ഏതായാലും നമുക്ക് അപ്ലൈ ചെയ്തേക്കാം, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അതിലേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ധരിക്കുന്ന പോലെ നമുക്ക് ചെയ്യാനുള്ള ചെയ്യാം, ദൈവഇഷ്ടം മാത്രമേ എപ്പോഴും നടക്കത്തുള്ളൂ. ഈ നിലയിലൊക്കെ ഒരുപാട് ധാരണകൾ ദൈവഹിതത്തെക്കുറിച്ചൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. ഇത് ദൈവഹിതവും ദൈവ പദ്ധതിയും എന്താണെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അഭാവമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നാം ചിന്തിക്കുകയാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സിനോണിംസ് അല്ല, പര്യായമല്ല. ഗോഡ്സ് പ്ലാൻ ആൻഡ് ഗോഡ്സ് വിൽ ആർ ഡിസ്റ്റിങ്ക്റ്റ്. ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഹിതവും രണ്ട് കാര്യങ്ങളാണ്. നാം ഇന്ന് വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ച ആ വാക്യത്തിൽ ദൈവഹിതത്തെക്കുറിച്ചാണ് വായിച്ചത്. ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. യിരെമ്യാ പ്രവചനത്തിൽ വായിച്ച ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ്. ഐ ഹാവ് പ്ലാൻസ് ഓഫ് വെൽഫെയർ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉത്തമമായിരിക്കുന്ന ഭാവിയുടെ പദ്ധതികളുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണ്. നാം ദൈവഹിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ഹിതം ഇതെന്താണ്? നാം വായിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഹെഗിയോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് ശുദ്ധീകരണം. അതിൻ്റെ അർത്ഥം നിർമ്മലീകരിക്കുക, സമർപ്പിക്കുക, വേർതിരിക്കുക, കോൺസിക്രേറ്റ് ചെയ്യുക. ഈ നിലയിലുള്ള അർത്ഥമാണ് ഈ ശുദ്ധീകരണം എന്നുള്ള പദത്തിനുള്ളത്. അല്ലെങ്കിൽ ദൈവഹിതം എന്നുള്ളത് നാം നേരത്തെ പ്രാർത്ഥിച്ച ആ വിഷയങ്ങളുണ്ടല്ലോ, വിവാഹം, വസ്തു, കുടുംബം, വിദ്യാഭ്യാസം, ഉദ്യോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചല്ല വാസ്തവത്തിൽ ദൈവഹിതം ഇരിക്കുന്നത്. എന്നെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ദൈവഹിതം കൃത്യമായും ലക്ഷ്യമായിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചാണ്, നിങ്ങളുടെ ജീവിതം സംബന്ധിച്ചാണ്. ഇറ്റ്സ് അബൌട്ട് യു, നിങ്ങളെ സംബന്ധിച്ചാണ്. അത് മറ്റ് പുറമേയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചല്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണം, നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിലുള്ള നിർമ്മലീകരണം, അർപ്പണം, ഇറ്റ്സ് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് അഭിവാഞ്ചകളുണ്ട്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ്. നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് ദൈവ താൽപര്യമാണ്. വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശം തന്നെയും നിങ്ങളുടെ ജീവിതത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് എല്ലാ കാര്യം, വാട്ട് ഷുഡ് ലൈഫ് മീൻ ടു യു, ജീവിതം കൊണ്ട് നിങ്ങൾ എന്തർത്ഥമാക്കണം, ഹൗ ഷുഡ് യു ലിവ് ഇറ്റ്, നിങ്ങളത് എങ്ങനെ ജീവിക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തായിരിക്കണം, ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുവർത്തനം സംബന്ധിച്ചൊക്കെ ദൈവത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. ഇറ്റ്സ് ഓൺലി ഗോഡ് ക്യാൻ സേ വാട്ട് ലൈഫ് ഷുഡ് ബി. ജീവിതം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ദൈവത്തെ കൂടാതെ നാം അധർമ്മത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഒത്തമുള്ള കാര്യങ്ങൾ നാം ചെയ്തു. മറ്റുള്ളവർ പറഞ്ഞ വഴിക്ക് നാം പോയി, കേട്ട കാര്യങ്ങളനുസരിച്ച് ചെയ്തു. വി ജസ്റ്റ് ലിവ്ഡ് വാട്ട് വി ജസ്റ്റ് ന്യൂ. നാം അറിഞ്ഞ നിലയിൽ നാം ചില കാര്യങ്ങളൊക്കെ ചെയ്തതിനെ നാം ജീവിതമെന്ന് വിളിച്ചു. വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ, നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ, നമ്മുടെ സ്നേഹിച്ചിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവനാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് വാട്ട് ട്രൂലി ലൈഫ് ഈസ്. ജീവിതം എന്താണ് ദൈവമാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. മറ്റൊരിടത്തും ജീവിതം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശം സംബന്ധിച്ചും ദൈവത്തിൻ്റെ ഹിതമുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറഞ്ഞു വന്ന ശേഷം
ബി ഫിൽ വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരിക. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം, താല്പര്യം, ഹിതം അത് സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരേണ്ട നാം വായിക്കുന്നത്. അങ്ങനെ നാം അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വന്നിട്ട് വേണം ടു വാക്ക് വർത്തി ഓഫ് ഹിം. അവനനുസൃതമായിട്ട് നിങ്ങളെ വിളിച്ച ദൈവത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ ജീവിതമായി തീരണം. ആൻഡ് ടു പ്ലേസ് ഹിം ഇൻ ഓൾ റെസ്പെക്ട്സ്. എല്ലാ നിലയിലും അവന് പ്രസാദം കൊണ്ടുവരണം. ബി ഫിൽ വിത്ത് ദ ഫ്രൂട്ട് ഓഫ് ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തികളിൽ തികഞ്ഞവരായി തീരുക. അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ദൈവത്തിൻ്റെ ഹിതം ഈ ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, ദൈവം നിങ്ങളെ സംബന്ധിച്ച് തൻ്റെ ഹിതം, നിങ്ങളുടെ മനോഭാവങ്ങൾ സംബന്ധിച്ച്, ദൈവത്തോടുള്ള മനോഭാവം, മനുഷ്യരോടുള്ള മനോഭാവം, വസ്തുക്കളോടുള്ള മനോഭാവം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, അഭിലാഷങ്ങൾ എന്താണ്, ലക്ഷ്യമെന്താണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ധാർമ്മികത എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്താണ്, സൽഗുണങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, നിങ്ങളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്, സമ്പത്തിനോടുള്ള മനോഭാവം എന്താണ്, വസ്തുവകളോടുള്ള മനോഭാവം എന്താണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തുള്ള മനോഭാവമാണ്. ഇറ്റ് കവേഴ്സ് എവറിത്തിങ്. സകലതും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തെ സമൂലമായും കൊണ്ടുവന്ന ശേഷം ഗോഡ് ഈസ് എ വിൽ. നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം, കൃത്യമായിട്ടും ദൈവോന്മുഖമായി ഈ കാര്യത്തിൽ ജീവിക്കേണ്ടതിന്, ദൈവഹിതത്തിൻ്റെ വെളിച്ചത്തിൽ പൂർണ്ണമായും ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ ഹിതത്തിൽ നാം ജീവിക്കണം. അതെ, ആ ഹിതം നമ്മുടെ ജീവിതത്തിൽ നാം അറിയുന്നത് തിരുവെഴുത്തിൽ നിന്നാണ്. ദൈവവചനത്തിൽ നാം കടന്നു എന്ന് നാം തിരുവെഴുത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വായിക്കുന്നത് തന്നെയും. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വസനീയമായിരിക്കാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരണം. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും. ഗോഡ്സ് വേർഡ് കണ്ടെയ്ൻസ് ഹിസ് വിൽ. ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനടുത്ത് ചെല്ലുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ നീതി സംബന്ധിച്ച്, നീതിയുടെ അഭ്യസനം സംബന്ധിച്ച്, നിത്യജീവൻ സംബന്ധിച്ച്, രക്ഷ സംബന്ധിച്ച്, അവൻ്റെ നടപ്പ് സംബന്ധിച്ച്, പെരുമാറ്റം സംബന്ധിച്ച്, എവ്രിതിങ് ദൈവഹിതം അതിനകത്ത് അവന് ലഭിക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ദൈവവചനത്തിൻ്റെ ആ പ്രമാണങ്ങൾ കൂടുതൽ വ്യക്തമായി തീരും പരിശുദ്ധാത്മാവിലെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവെന്നാണ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊരു പ്രമാണം നമ്മുടെ ജീവിതത്തിൽ ആ പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് വിവർത്തനം ചെയ്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമാക്കി തരും. വാട്ട് ഈസ് റിട്ടൻ ദെയർ അപ്ലൈസ് ഹിയർ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇവിടെ, അതിൻ്റെ അർത്ഥം ഇതാണ്. പരിശുദ്ധാത്മാവിൽ നാം നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനവും ദൈവഹിതത്തിൻ്റെ ബോധത്തിൽ ദൈവഹിതത്തിൽ നടക്കുവാനും നമുക്ക് കഴിയും. ഞാൻ വേഗത്തിൽ ദൈവ പദ്ധതിയിലേക്ക് വരട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി ദൈവഹിതവുമായിട്ട് വിഭിന്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ വാസ്തവത്തിൽ നമ്മുടെ വിവാഹം സംബന്ധിച്ചും കുടുംബം സംബന്ധിച്ചും ജീവിതം സംബന്ധിച്ചും ഉദ്യോഗം സംബന്ധിച്ചും എല്ലാം ഗോഡ് ഈസ് വണ്ടർഫുൾ പ്ലാൻസ്. വളരെ മനോഹരമായിരിക്കുന്ന പദ്ധതികൾ ദൈവത്തിനുണ്ട്. നാം നേരത്തെ വായിച്ച പോലെ ഐ ഹാവ് പ്ലാൻസ് ഓഫ് വെൽഫെയർ. നിങ്ങൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ എനിക്കുണ്ട്. അതെ, നമ്മുടെ എല്ലാ കാര്യത്തിലും ദൈവം താൽപ്പര്യനും ദൈവത്തിൻ്റെ പദ്ധതികളുമുണ്ട്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ദൈവത്തിൻ്റെ പദ്ധതി സ്വതന്ത്രമായിട്ട് നടപ്പാകുകയില്ല. അതായത് നാം ചിന്തിക്കുന്ന പോലെ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങ് നടന്നോളും എന്നാം വിചാരിക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണെങ്കിലും അങ്ങനെ പോകത്തുള്ളൂ. തലേവര വിധി ഇത് ക്രിസ്തീയമല്ല. നാം പലരും ധരിച്ചിരിക്കുന്ന പോലെ എങ്ങനെയാണെങ്കിലും ദൈവ ഉദ്ദേശിച്ച പോലെയൊക്കെ നടക്കത്തുള്ളൂ. നോ, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പദ്ധതി ദൈവഹിതവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഒരിക്കലും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവഹിതത്തിൽ നിങ്ങൾ പോകുമ്പോൾ അതിനോട് ചേർന്ന് വരുന്നൊരു കാര്യമാണ് ദൈവ പദ്ധതി. ദൈവഹിതത്തിൽ നിങ്ങൾ എത്രമാത്രം മുന്നേറുമോ അത്രമാത്രം ദൈവ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഗോഡ്സ് വിൽ ആൻഡ് ഗോഡ്സ് പ്ലാൻ ഗോസ് പാരലൽ. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പദ്ധതിയും സമാന്തരമായിട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് കിഴക്കൊരു സ്ഥലത്ത് ചെല്ലണമെങ്കിൽ നിങ്ങൾ പടിഞ്ഞാട്ട് നടന്നാൽ അവിടെ എത്തത്തില്ല. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ആ ഡയറക്ഷനിൽ, ആ ദിശയിൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി മുമ്പോട്ട് പോവുകയുള്ളൂ. ഓർക്കുക, ദൈവത്തിൻ്റെ ഹിതമാണ് പ്രധാനം. ദൈവത്തിൻ്റെ പദ്ധതിൻ്റെ പുറകെ വരുന്നൊരു കാര്യമാണ്. സകല ഇസ്രായേലിനെയും കനാനിലെത്തിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്നാൽ യോശുവയും കാലേബും മാത്രമേ ഇവിടെ എത്തിയുള്ളൂ. കാരണം അവർ ദൈവത്തോട് നിർമ്മലരായിരുന്നു, വിശ്വസ്തരായിരുന്നു, ദൈവത്തെ അനുസരിച്ചു. ബാക്കിയുള്ളവർ ദൈവത്തെ നിഷേധിച്ചു, പിറുപിറുത്തു, പാപം ചെയ്തു. They lost the plan of God. ദൈവത്തിൻ്റെ പദ്ധതി അവർക്ക് നഷ്ടപ്പെട്ടു. ദേമാസ്
ഒരു മഹനീയ അപ്പോസ്തലനായി തീരുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ആ കാലത്ത് പൗലോസിൻ്റെ ടീമിൽ വരിക എന്ന് പറഞ്ഞാൽ മർക്കോസിന് പോലും അന്ന് എത്താൻ പറ്റിയില്ല. അങ്ങനെ കിട്ടിയ ഈ മനോഹരമായിരിക്കുന്ന നല്ല തെരഞ്ഞെടുപ്പ് ദേമാസ് ഇടയ്ക്ക് വെച്ച് കളഞ്ഞു. ദൈവഹിതം അവന് നഷ്ടപ്പെട്ടു. ലോകത്തെ സ്നേഹിച്ചപ്പോൾ ദൈവഹിതം നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് അവൻ്റെ വിളി സംബന്ധിച്ചുള്ള മനോഹരമായിരിക്കുന്ന പദ്ധതിയും അവന് നഷ്ടപ്പെട്ടു. അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തോട് ചേർന്ന് മാത്രമേ ദൈവിക പദ്ധതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവഹിതത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ബോധവാനായിരുന്നാൽ മതി. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിവർത്തിച്ചുകൊള്ളും. ഇൻസിസ്റ്റ് ടു ഡു ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതം നിവർത്തിപ്പാൻ നിങ്ങൾ നിർബന്ധമുള്ളവനായിരിക്കുക. അങ്ങനെ നിർബന്ധമുള്ളവനായി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നതിന് ശേഷം ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞ് നിങ്ങളുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനത്താൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരുന്നതനുസരിച്ച്, നിങ്ങളുടെ മനസ്സിന് വരുന്ന പുതുക്കമനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ വ്യത്യസ്തമായി കാണുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി സംബന്ധിച്ചുള്ളൊരു ബോധം കൂടി നിങ്ങളുടെ മനസ്സുകളിൽ ക്രമേണ ഉണ്ടായി വരും. ആ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരുന്ന ബോധത്തിനൊത്തവണ്ണം നിങ്ങളെ തുറന്നു കൊടുക്കുമ്പോൾ ദൈവഹിതത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതി പുറകെ നിറവേറിക്കൊള്ളും. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ കാലത്ത് യു മേഡ് എ മെസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം കുഴച്ചു കളഞ്ഞു കാണും, തെറ്റിപ്പോയി കാണും, ഒന്നിൽ പിന്മാറിപ്പോയി കാണും, നിങ്ങളുടെ ജീവിതം എല്ലാ രീതിയിലും പ്രശ്നം ഉണ്ടാക്കി കാണും. ഡോണ്ട് വറി. ഞാൻ പറഞ്ഞത് ഇതും കൂടെ വരുമ്പോൾ മാത്രമേ പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങളുടെ ജീവിതം എത്ര കുഴഞ്ഞ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിങ്ങൾ മാറിപ്പോയാലും നിങ്ങളുടെ പദ്ധതി എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഗാഡ് ഈസ് ഗാഡ്. ദൈവം തന്നെയാണ്. ഹി ക്യാൻ ബ്രിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവനാണ്. തെറ്റിപ്പോയ, തകർന്നുപോയ, ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ ആ ജീവിതത്തെ ആ നിലയിൽ തന്നെ ദൈവത്തിന് മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ഒന്നാം പദ്ധതി തന്നെ അത് നൽകുവാനായിട്ട് കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കുക, ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പാപം, ബത്ശേബയുമായിട്ടുള്ള പാപം, എത്രയും ദാവീദിൻ്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തിയ പാപം, അതിലുണ്ടായ മകനാണ് ശലോമോൻ. ദാവീദ് അനുതപിച്ചു. നിങ്ങൾക്കറിയാമോ, പിന്നീട് ഇസ്രായേലിലെ രാജാവായിട്ട് വന്ന ശലോമോൻ ദാവീദിൻ്റെ പാപത്തിൻ്റെ സന്തതിയാണ്. അതെ, ജീവിതം ഒരു ട്രാജഡിയാക്കി തീർത്തെങ്കിൽ, ദുരന്തമാക്കി തീർത്തെങ്കിൽ, അനുദപിച്ചാൽ, ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ, ഹൃദയം തുറന്ന് വീണ്ടും വോൺ ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹിതത്തിൽ ഞാൻ പോകുമെന്ന് ഉറച്ചിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി നഷ്ടപ്പെടത്തില്ല. മറ്റൊരു നിലയിൽ ഗോഡ് ക്യാൻ ഗിവ് യു എ വണ്ടർഫുൾ ഫ്യൂച്ചർ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നിങ്ങൾക്ക് ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, നാം അബ്രഹാം കനാനിലേക്ക് പോയ ശേഷം നാം കാണുന്നു വനാദിയിൽ തൻ്റെ യാഗപീഠം ഉണ്ടായിരുന്നിടത്തേക്ക് മടങ്ങി വന്നു. അതെ, മടങ്ങി വന്ന ശേഷം അബ്രഹാം അവിടെ ദൈവത്തൊരു യാഗം കഴിച്ചുവെന്ന് കാണുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ദിശ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, റിപ്പന്റ് ആൻഡ് റിട്ടേൺ. അതേ, അനുദപിച്ച് മടങ്ങി വരിക. ഗോഡ് ക്യാൻ റിസ്റ്റോർ ഹിസ് പ്ലാൻ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട പദ്ധതി ദൈവത്തിന് നൽകി നിങ്ങളെ നടത്തുവാനായിട്ട് കഴിയും. കം ഓൺ, ലെറ്റ്സ് പ്രേ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അതേ കർത്താവേ, അവിടുത്തെ ഹിതത്തിൽ മനഃപൂർവ്വമായിട്ട് ഹൃദയവും ചിന്തയും കൊടുത്ത് ഞാൻ അവിടെ തന്നെ അങ്ങോട്ട് ചേർന്ന് നടക്കട്ടെ. എൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ അങ്ങേക്ക് കഴിയും. അതേ നാഥ, എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പരാജയങ്ങളെ ക്ഷമിക്കുക. നാഥ, എനിക്കൊരു പുത്തൻ ജീവിതം നൽകുക. എൻ്റെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ അങ്ങേക്ക് കഴിയും. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.